അല്ല, ഷൈൻ ചേട്ടൻ്റെ കൈക്ക് സർജറി വേണം. പക്ഷെ അത് ഡാഡിയുടെ ഫ്യൂണറലിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു മൺഡേയാണ് ഫ്യൂണറൽ വെച്ചിരിക്കുന്നത്. ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇവർ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നതിന് ശേഷം സിനിമ ചെയ്യണം, കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം, ഒരുപാട് നേരം സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തതാണ്, പോകണോ, തിരിച്ചു പോവാം, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ എന്തോ ഒരു അവസാനം യാത്ര പറയാൻ വിളിച്ച പോലത്തെ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലി കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാനോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പം വലിയ വിഷമമുണ്ട്. കാരണം ഒരു വല്ലാത്തൊരു ക്രൂരത പോലെ തോന്നുന്നുണ്ട് ഈ വിധി. ഈ ബന്ധുക്കളൊക്കെ കുറച്ച് ഷൈൻ ഇപ്പോഴും അച്ഛൻ പോയത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ചില സമയത്ത് അച്ഛനുള്ള പോലെ പെരുമാറുന്നുണ്ടെന്ന്. അല്ല, തീർച്ചയായിട്ടും വേണം. അത് അക്സെപ്റ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചാൽ അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ആ അവസ്ഥയിലൂടെ വേറൊരു രീതിയിൽ കടന്നു പോയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചത്തെ ഫ്യൂണറൽ സമയത്തേക്ക് എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നുള്ളത് തന്നെ എനിക്ക് പേടിയുണ്ട്. അപ്പം വല്ലാത്ത വിഷമം. ഷൈനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. ഷൈൻ്റെ ഈ ചില പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം അച്ഛനാണ് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നത് കാര്യം. അല്ല, ഷൈൻ ചേട്ടൻ അച്ഛൻ ഷൈൻ ചേട്ടൻ്റെ കൂടെ തന്നെ ഇപ്പം ഫുൾ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ട്. ഈ പറയുന്ന പോലത്തെ കഴിഞ്ഞ കുറച്ചു കാലത്തുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഷൈൻ ചേട്ടൻ ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ ഒരു യാത്ര പോലും അതിൻ്റെ ഭാഗമായ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയതും. അപ്പോൾ ഡാഡി ഒരു എന്താ പറയുക, ഒരു റൈറ്റ് ഹാൻഡ് പോലെ ഷൈൻ ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാതാകുന്നൊരു മൊമെന്റിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രത്തോളം ഷൈൻ ചേട്ടന് പറ്റുമെന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് പേടിയുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ട്. ഈ ഒരു അവസ്ഥ ഓവർകം ചെയ്യും. കണ്ടിരുന്നു, അമ്മയും കണ്ടിരുന്നു. അമ്മ ഈ പറയുന്നത് റിയാലിറ്റിയിലേക്കൊന്നും എത്തിയിട്ടില്ല. ഡാഡി ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. ഓക്കെ. Subscribe to One India and never miss an update.